വീട്ടിൽ ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് വരുന്ന തലവേദനയും മൈഗ്രെയിൻ ആണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരുപക്ഷെ ഇതിനു മുമ്പ് കണ്ട ഡോക്ടേഴ്സിനോടും ഈ ഒരു കാര്യം തന്നെ പറഞ്ഞാവും അവര് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള പല കേസിലും ലക്ഷണങ്ങളൊക്കെ വിശദമായി നോക്കി എക്സാമിൻ ചെയ്യുമ്പോൾ അത് മൈഗ്രെയിൻ അല്ല മറ്റു പല കണ്ടീഷൻസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. ഇപ്പോ സൈനസൈറ്റിസ് ഉള്ളവർക്ക് മൈഗ്രെയിനിന്റെ പോലത്തെ തലവേദനയാണ് ഉണ്ടാവുക. വെയിലത്ത് പോവുക, വിയർക്കുക, അമിതമായി എണ്ണ തലയിൽ വെക്കുക, ഇങ്ങനെയുള്ള തലവേദന കൂടുതലും സൈനസൈറ്റിസിലാണ് ഉണ്ടാവുക. കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുന്ന, കുറെ നേരം കമ്പ്യൂട്ടറിലേക്കൊക്കെ നോക്കുമ്പോൾ തലവേദന പറയുന്നവരുണ്ട്. ഇതും മൈഗ്രെയിൻ ആയിട്ടാണ് കരുതുക. എന്നാൽ കണ്ണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ടെൻഷൻ ഹെഡേക്കിലും സിമിലർ ആയ തലവേദന കാണാം. ഇനി ഓൾറെഡി മൈഗ്രെയിൻ ഉണ്ടെന്ന് വെച്ചോ, ഇങ്ങനത്തെ കണ്ടീഷൻസ് പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയും തലവേദന അനുഭവപ്പെടാം. ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്ന് വെച്ച് നിങ്ങൾക്ക് വരുന്ന എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആവണമെന്നില്ല, അല്ലെങ്കിൽ മൈഗ്രെയിൻ മാത്രം ആവണമെന്നില്ല. നിങ്ങളുടെ തലവേദനയുടെ കാരണം കറക്റ്റായി കണ്ടെത്തിയാൽ മാത്രമാണ് ശരിയായ ചികിത്സ നൽകി അത് ഭേദപ്പെടുത്താൻ പറ്റൂ. മൈഗ്രെയിനിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.